ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കുന്നില്ലേ മീനു? കേൾക്കാം. നമ്മൾ ഏർലി ഡെഫിനിഷൻസും കറണ്ട് ഡെഫിനിഷൻസും നോക്കി. അടുത്തത് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ. ബിഹേവിയറിൻ്റെ നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സും. കാരണം ഈ ചാപ്റ്ററിൽ ഫസ്റ്റിൽ പറഞ്ഞു സ്റ്റഡി ഓഫ് ബിഹേവിയർ ആണിത് സൈക്കോളജി. അപ്പോൾ ബിഹേവിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നേച്ചർ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്. അപ്പം അത് നോക്കാം. ബിഹേവിയർ ഈസ് എ ബ്രോഡ് ടേം ആൻഡ് എ കോംപ്ലക്സ് ഫിനോമിന. ആദ്യം പറയുന്നത് എന്താണ്, ബിഹേവിയർ ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു ടേമാണ് ആൻഡ് എ കോംപ്ലക്സ് ഫിനോമിന. അക്കോർഡിംഗ് ടു സൈക്കോളജിസ്റ്റ്, ബിഹേവിയർ ഈസ് എവറിത്തിങ് ഓർ എനിത്തിങ് ദാറ്റ് എ ഹ്യൂമൻ ബീയിങ് ഓർ ആനിമൽ ഡസ് ദാറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ സം വേ. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഹേവിയർ ആണ് എല്ലാം, അല്ലെങ്കിൽ എനിത്തിങ് ദാറ്റ് എ ഹ്യൂമൻ ബീയിങ് ഓർ ആനിമൽ ഡസ് ദാറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ സം വേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് വെള്ള ഗ്ലാസ് എടുത്തിട്ട് അതിൽ വെള്ളം എടുത്ത് കുടിക്കുന്നതോ, പിന്നെ അതേപോലെ തന്നെ ഒരാളോട് വഴക്കിടുന്നതും അല്ലെങ്കിൽ ചിരിക്കുന്നതും, അങ്ങനെ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നു അതൊക്കെ നമ്മുടെ ബിഹേവിയറാണ്. അതിനെ ചില സമയങ്ങളിൽ നമുക്കത് ഒബ്സർവ് ചെയ്യാനും പറ്റും. ഇൻ അതർ വേർഡ്സ്, ബിഹേവിയർ ഇൻക്ലൂഡ്സ് ഓൾ ആക്ഷൻസ് ആൻഡ് റെസ്പോൺസസ് ഓഫ് ഓർഗാനിസം ദാറ്റ് ക്യാൻ ബി മെഷർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഒരു ഓർഗാനിസത്തിൻ്റെ എല്ലാ ആക്ഷൻസിനെയും റെസ്പോൺസിനെയും എന്തെന്ന് പറയുന്നുണ്ട്, ബിഹേവിയറാണ്. ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ നമ്മുടെ ബിഹേവിയറാണ്. ദാറ്റ് ക്യാൻ ബി മെഷർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അതിന് ചിലപ്പോൾ ഡയറക്ട്ലി മെഷർ ചെയ്യാം, അതല്ലെങ്കിൽ ഇൻഡയറക്ട്ലി മെഷർ ചെയ്യാം. Behavior not only means bodily movements but also can include mental and cognitive processes such as feelings, attitudes, thoughts, emotions and all other internal events. നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ബോഡി മൂവ്മെൻറ്റ്സ് മാത്രമല്ല ബിഹേവിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മെൻ്റൽ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്സും കൂടെ ഒരു ബിഹേവിയറാണ്. അതായത് നമ്മുടെ ഫീലിങ്സ്, ഏത് നേരം കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു ബിഹേവിയറാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ തോട്ട്സ്, ഇമോഷൻസ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സങ്കടം വരുന്ന ഒരു ബിഹേവിയറാണ് എനിക്കുള്ളത്, അതെൻ്റെ ഇമോഷനാണ്. ആൻഡ് ഓൾ അതർ ഇൻറ്റേർണൽ ഈവൻറ്റ്സ്, ഇതൊക്കെ ബിഹേവിയറാണ്. We will now consider some of the general characteristics of human behavior as described by Parameswaran and Veena. ഇവർ രണ്ടുപേരും ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ബിഹേവിയർ എന്താണെന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം കൊടുത്തിട്ടാണ് പിന്നെ ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് പോകുന്നത്. ആദ്യത്തെയാണ് ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ബിഹേവിയറിനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ബിഹേവിയറിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. Behavior is influenced by a number of factors such as biological, cultural and social, environmental, past experience, motivational, emotional, cognitive. For example, meanings, emotions, motivations, thoughts, etc. ഇതൊക്കെ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ബയോളജിക്കൽ ഫാക്ടേഴ്സ്. നമുക്കിപ്പോൾ ഭയങ്കര അസ്വസ്ഥത തോന്നുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും വേദനയ്ക്കുണ്ട്, നമ്മുടെ കൈയും കാലൊക്കെ വേദനിച്ചിട്ട് വയ്യ, അതൊരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറാണ്. അതിനനുസരിച്ചായിരിക്കും നമ്മൾ ബിഹേവ് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നെന്ന് വരും. അതേപോലെ തന്നെ കൾച്ചർ, സോഷ്യൽ, എൻവയറമെൻ്റൽ, പാസ്റ്റ് എക്സ്പീരിയൻസ്, മോട്ടിവേഷണൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ്. കോഗ്നിറ്റീവ് ഫാക്ടേഴ്സിൽ ഏതൊക്കെയാണ്? ഫീലിങ്സ്, ഇമോഷണൽ, മോട്ടിവേഷൻ, തോട്ട്സ്. ഇതൊക്കെ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയർ വാരീസ് ഇൻ കോംപ്ലക്സിറ്റി. ബിഹേവിയർ എന്താണ്? കോംപ്ലക്സിറ്റിയിൽ വ്യത്യാസമുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട്, അതേപോലെ തന്നെ ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടായിരിക്കും. ബിഹേവിയർ ക്യാൻ ബി സിമ്പിൾ ആസ് പിക്കിംഗ് എ പെൻ ആണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ബിഹേവിയറിന് എക്സാമ്പിൾ പറഞ്ഞതാണ് ഒരു പേൻ എടുക്കുന്നത്. ആൻഡ് വേവിങ് എ ഫ്രണ്ട് ഓർ റിഫ്ലെക്സ് റെസ്പോൺസസ് ലൈക്ക് സ്നീസിങ്. ഒച്ചക്കട്ടെ. സ്ക്രീനിൽ പ്രസൻറ്റേഷൻ കാണുന്നില്ലേ? ആ ഉണ്ടല്ലേ. കാണുന്നുണ്ട്. അപ്പോൾ
ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ബിഹേവിയറാണ് പറഞ്ഞത് ആസ് പിക്കിംഗ് എ പെൻ ആൻഡ് വേവിങ് എ ഫ്രണ്ട് ഓർ റിഫ്ലെക്സ് റെസ്പോൺസസ് ലൈക്ക് സ്നീസിങ്. ഇതൊക്കെ സിമ്പിൾ ബിഹേവിയേഴ്സിന് എക്സാമ്പിളാണ്. ആൻഡ് ബിഹേവിയേഴ്സ് ഇൻക്ലൂഡ് certain സ്കിൽസ് വിച്ച് കം ഹാബിറ്റ് ഓവർ എ പീരിയഡ് സച്ച് ആസ് പ്ലേയിങ് ഗിറ്റാർ, സൈക്ലിംഗ്. ഇനി certain സ്കില്ലുകളായിട്ടുള്ള ബിഹേവിയർ ഉണ്ട്. അതായത് സൈക്ലിങ്, പ്ലേയിങ് ഗിറ്റാർ. സൈക്കിൾ ചവിട്ടാൻ അറിയുന്നവർക്ക് അത് ചവിട്ടാൻ പറ്റും, അറിയാത്തവർക്ക് പോയിട്ട് ഓടിപ്പോയിട്ട് സൈക്കിൾ കയറി ചവിട്ടാൻ പറ്റുമോ? അപ്പം അതൊക്കെ ഒരു ബിഹേവിയറാണ്, ചില സ്കില്ലുകളുള്ള ബിഹേവിയർ. ഇനി അതേപോലെ തന്നെ കോംപ്ലക്സ് ബിഹേവിയേഴ്സ്. ബിഹേവിയേഴ്സ് ഇൻവോൾവ് കോംപ്ലക്സ് ആക്ടിവിറ്റീസ് ലൈക്ക് repairing a car. Activities such as landing on the moon, flying a fighter plane, rock climbing, etc. are some of the examples of highly complex behavior. ഇതൊക്കെ ഹൈലി കോംപ്ലക്സ് ബിഹേവിയേഴ്സിന് എക്സാമ്പിളാണ്. അതായത് ഒരു കാറ് റിപ്പയർ ചെയ്യുക, അതേപോലെ തന്നെ ലാൻഡിങ് ഓൺ ദ മൂൺ, ഫ്ലൈയിങ് എ ഫൈറ്റർ പ്ലെയിൻ, റോക്ക് ക്ലൈമ്പിങ്. ഇതൊക്കെ ഹൈലി കോംപ്ലക്സ് ബിഹേവിയേഴ്സിന് എക്സാമ്പിൾ. അപ്പോൾ സിമ്പിൾ ഉണ്ട്, സ്കില്ലുകളുള്ള ബിഹേവിയേഴ്സ് ഉണ്ട്, ആൻഡ് കോംപ്ലക്സ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട്. ഇതാണ് ബിഹേവിയർ വേരീസ് ഇൻ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ആൻഡ് അടുത്തത് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിഹേവിയർ ആർ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ്. ആദ്യം ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ഒരുപാട് ഫാക്ടേഴ്സ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൽ രണ്ട് സെറ്റ് ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ബിഹേവിയർ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ 2 ലാർജ് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ്. 2 ലാർജ് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ആണുള്ളത്. അതായത് ദോസ് ബിലോങ്ങിങ് ടു ഇൻഡിവിജ്വൽ ആൻഡ് ദോസ് ബിലോങ്ങിങ് ടു ദി എൻവയറമെൻറ്റ്. ഇൻഡിവിജ്വലി വരുന്ന ഫാക്ടേഴ്സ്, പിന്നെ എൻവയറമെൻറ്റിൽ നിന്ന് വരുന്ന ഫാക്ടേഴ്സ്. അങ്ങനെ 2 തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണുള്ളത്. Factors pertaining to an individual can be categorized under physiological, biological needs such as hunger, thirst, etc. and psychological ideas, opinions, attitudes, etc. ഇതൊക്കെ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ആണ്. അതായത് ഏതൊക്കെയാണ്? ഫിസിയോളജിക്കൽ നീഡ്സ്, ഇത് വിശപ്പ് വരിക, ദാഹം വരിക, അതൊക്കെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നീഡ്സ് ആണ്. അപ്പോൾ വിശപ്പ് വന്നു അല്ലെങ്കിൽ ദാഹിച്ചു, നമ്മൾ എന്ത് ചെയ്യും? പോയിട്ട് വെള്ളം എടുത്തിട്ട് കുടിക്കും, അല്ലെങ്കിൽ എടുത്ത് ഭക്ഷണം കഴിക്കും. ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ്, ഐഡിയാസ്, ഒപ്പീനിയൻസ്, ആറ്റിറ്റ്യൂഡ്സ്. ഒരു ഐഡിയ മനസ്സിൽ വരികയാണ്, ഇന്നിപ്പോൾ വേറെ എന്താ പറയുക, പോയിട്ട് ഈ ഒരു സാധനം വാങ്ങണം, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം, നല്ലൊരു കാറ് വാങ്ങണം, അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്, അതൊരു ഐഡിയ ആണ്. അപ്പോൾ അത് പോയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സാണ് ആദ്യം വരുന്നത്. ആൻഡ് ദ എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ഫിസിക്കൽ സറൗണ്ടിങ്സ്, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഇനി എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് എന്താണ്? നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളാണ്. അതിൽ നമ്മുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, പിയേഴ്സ് ഒക്കെ വരും. ആൻഡ് ദ ലാർജർ സൊസൈറ്റി ആൻഡ് ഈവൻ ദ ഓവറോൾ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. അതിൽ മെയിനായിട്ടുള്ളതാണ് ലാർജർ സൊസൈറ്റി ആൻഡ് ഓവറോൾ കൾച്ചർ ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. കൾച്ചറും സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഇതൊക്കെ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ് സൊസൈറ്റി. രാത്രി പുറത്തിറങ്ങി നടക്കാൻ പാടില്ല എന്ന് സൊസൈറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിഹേവിയർ അങ്ങനെയാണ്. കാലുമ കാല് വെച്ച് വെച്ചിരിക്കാൻ പാടില്ല, ഉറക്കെ സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെ സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പലരും അതിനനുസരിച്ചാണ് ബിഹേവ് ചെയ്യുന്നത്. കാലുമ കാല് വെച്ച് വെച്ചിരിക്കാൻ പാടില്ലല്ലോ, ഉറക്കെ വർത്താനം പറയാൻ പാടില്ലല്ലോ, 6 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഇതൊക്കെ സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസ് ഫാക്ടേഴ്സാണ്. അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സും എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സും. ഓക്കെ ആണോ? ഓക്കെയാണ്. ഇനി അടുത്തതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓരോരുത്തരിലും ബിഹേവിയർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇൻഡിവിജ്വലി ബിഹേവിയർ ഡിഫറൻസ് ആയിരിക്കും. ബിഹേവിയർ ഈസ് ഓൾസോ വാരീസ് ഫ്രം വൺ പേഴ്സൺ ടു ദി അതർ ആസ് വെൽ ആസ് ഫ്രം വൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു ദി അതർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓരോരുത്തരിലും വ്യത്യാസമായിരിക്കും. അതേപോലെ തന്നെ ഓരോ ഗ്രൂപ്പുകൾ എടുക്കുകയാണ്. ഇപ്പോൾ 10 ആളുടെ ഒരു ഗ്രൂപ്പ് എടുത്തു, അതേപോലെ തന്നെ ഒരു 10 ആളുടെ ഗ്രൂപ്പ്, അങ്ങനെ 2 ഗ്രൂപ്പാക്കി തിരിച്ചു. ആ രണ്ടിലുള്ളവരുടെ ബിഹേവിയർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ ഗ്രൂപ്പ് വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഡിഫറൻസസ് ഉണ്ടായിരിക്കും. പീപ്പിൾ ഡിഫർ ഇൻ ദെയർ ഫിസിയോളജിക്കൽ ആൻഡ് ബോഡ്ലി കണ്ടീഷൻസ്, ഇൻ ദെയർ പാസ്റ്റ് എക്സ്പീരിയൻസസ്, ഇൻ ദെയർ എബിലിറ്റീസ്, ഇൻ ദെയർ ബാക്ക്ഗ്രൗണ്ട്, എക്സെട്ര. ഏതൊക്കെ കാര്യത്തിലാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്? ഫിസിയോളജിക്കൽ ആൻഡ് ബോഡ്ലി കണ്ടീഷൻസ്, പാസ്റ്റ് എക്സ്പീരിയൻസ്, എബിലിറ്റീസ്, ബാക്ക്ഗ്രൗണ്ട്. ഇതൊക്കെ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. ഇതൊക്കെ ഈ പാസ്റ്റ് എക്സ്പീരിയൻസ് ആയാലും സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയാലും ബോഡി കണ്ടീഷൻസ് ആയാലും ഫിസിയോളജിക്കൽ നീഡ്സ് ആയാലും ഇതൊക്കെ ഓരോരുത്തരുടെയും ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലി ബിഹേവിയറും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കില്ല മീനുവിന് ഉണ്ടായിരിക്കുക,
എൻ്റെ ഹെൽത്തും നീഡ്സും ആയിരിക്കില്ല മീനുവിനുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ബിഹേവിയറും മീനുവിൻ്റെ ബിഹേവിയറും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. It is therefore natural that if 10 people are put in same situation, each person's behavior differs from that of others in some respects or in some degrees. 10 ആളെ കൊണ്ടുപോയിട്ട് ഒരേ ഒരു സിറ്റുവേഷനിൽ ഇട്ടു. 10 ആളെ എടുക്കുകയാണ്. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഒരു ട്രാഫിക് നോക്കുകയാണ്, അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഒരു 10 ആൾ നമ്മളവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യും? ചിലർ അവരാരെ പാട് നോക്കി പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും, ചിലർ അതിനേരത്തെ ഇടപെടും, എടുത്തുകൊണ്ട് പോവും, വണ്ടിയിൽ കയറ്റും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ചിലരത് വീഡിയോ എടുക്കാൻ നിൽക്കുന്നുണ്ടായിരിക്കും. ചിലർ ആരെ ഭാഗത്താണ് കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ചിലർ കരയുന്നവരുണ്ടായിരിക്കും, തല ഇറങ്ങി വീഴുന്നവരുണ്ടായിരിക്കും, അല്ലേ? അങ്ങനെ പല തരത്തിലുള്ള ബിഹേവിയേഴ്സ് നമുക്ക് അവിടെ കാണാം. ഒരു സിറ്റുവേഷനിൽ ഒരു 10 ആളെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ബിഹേവിയർ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അതേപോലെ തന്നെ അതിന് ഓപ്പോസിറ്റായിട്ടും ബിഹേവിയറിനെ പറയുന്നുണ്ട്. കാരണം ബിഹേവിയർ ഓൾസോ ഷോ സിമിലാരിറ്റീസും ഉണ്ട്. ഡിഫറൻസ് ഉള്ള പോലെ തന്നെ സിമിലാരിറ്റീസും ഉണ്ട്. So behavior differs from person to person, but this does not mean that all people differ from all others or at all times and in all situations. ഡിഫറൻസ് ഉണ്ട്, പക്ഷെ അതെന്ന് വെച്ചിട്ട് എല്ലായ്പ്പോഴും ഡിഫറെൻ്റ് ആണോ? അല്ല. കുറച്ച് സിമിലാരിറ്റീസ് എല്ലാവരുടെ ബിഹേവിയേഴ്സിലും ഉണ്ട്. There is also considerable degree of similarity in behavior among people. For instance, if a particle of dust falls into a person's eye, he or she tries to remove it. This type of behavior is universally found. അല്ലേ, ഒരു പൊടി ആയി കഴിഞ്ഞാൽ, കണ്ണിലേക്ക് ഒരു പൊടി വീണ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കാണിക്കുന്നതാണ് കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്യും. അത് യൂണിവേഴ്സലി ഫൗണ്ട് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ്. അപ്പോൾ അതാണ് സിമിലാരിറ്റീസും ബിഹേവിയറിലുണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയർ ഈസ് ഓൾവേസ് പർപ്പസ്ഫുൾ ആൻഡ് ഗോൾ ഡിറക്റ്റീവ്. എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടായിരിക്കും ഒരു ബിഹേവിയർ കാണിക്കണം, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പർപ്പസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗോൾ ഡിറക്റ്റീവ് ആയിരിക്കും ബിഹേവിയർ. ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് ഓൾവേസ് പർപ്പസ്ഫുൾ ആൻഡ് വൺസ് ആക്ഷൻ ആർ ഓൾവേസ് ഡിറക്റ്റഡ് ടുവേർഡ്സ് സം ഗോൾ ഓർ അതർ. അതായത് എപ്പോഴും പർപ്പസ്ഫുള്ളാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം നേടാനായിട്ടായിരിക്കും ഒരു ബിഹേവിയർ ഉണ്ടായിരിക്കുക. എ ബോയ് സിറ്റിംഗ് ആൻഡ് സ്റ്റഡിങ് സഡൻലി ഗെറ്റ്സ് അപ്പ് ആൻഡ് ടേക്സ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. എക്സാമ്പിൾ പറയുകയാണ്, ഒരു കുട്ടി ഇരുന്ന് പഠിക്കുകയാണ്, പെട്ടെന്ന് എനിക്ക് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നു. ഹിയർ ദ ഗോൾ ഈസ് ടു ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ആൻഡ് ദ പർപ്പസ് ഈസ് ടു ക്വിച്ച് ഹിസ് തേഴ്സ്റ്റ്. ഇവിടെ ഗോൾ എന്താണ്? ഗോൾ എന്ന് പറയുന്നത് വെള്ളം എടുക്കുക, കുടിക്കുക, അതാണ് ഗോള്. പെട്ടെന്ന് അവിടുന്ന് ചാടി അണിച്ചതിൻ്റെ ലക്ഷ്യം അതാണ്, ഉദ്ദേശം അതാണ്, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണം. പക്ഷെ പർപ്പസ് എന്താണ്? ദാഹം മാറ്റണം. അതെ. ഓൺ ദ അതർ ഹാൻഡ്, എ ബോയ് ഈസ് സിറ്റിംഗ് ആൻഡ് സ്റ്റഡിയിങ് ആൻഡ് ഫീൽസ് കോൾഡ്. വേറൊരു എക്സാമ്പിൾ പറയാണ്, പഠിക്കുന്ന നേരത്തെ ഇരുന്നിട്ട് ഭയങ്കര തണുപ്പ്. ഈ ഗെറ്റ്സ് എ ബാൻഡ് സ്വിച്ചസ് ഓഫ് ദ ഫാൻ. എണീറ്റിട്ട് ഫാൻ ഓഫ് ആക്കി. ഇവിടെ ഗോൾ എന്താണ്? ഫാൻ സ്വിച്ച് ഓഫ് ചെയ്യുക, ഫാൻ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ഗോള്. ആൻഡ് പർപ്പസ് ഈസ് ടു അവോയ്ഡ് ദ ഡിസ്കംഫർട്ട് ഓഫ് കോൾഡ്. തണുപ്പിൻ്റെ ഒരു ഡിസ്കംഫർട്ട്, ഇരിക്കാൻ പറ്റുന്നില്ല, തണുത്തിട്ടാകെ വിറക്കുകയാണ്, അപ്പോൾ ആ ഒരു ഡിസ്കംഫർട്ടിനെ അവോയ്ഡ് ചെയ്യാൻ എന്നുള്ളതാണ് പർപ്പസ്. അപ്പോൾ ഈ രണ്ട് പർപ്പസിലും ഒന്നിലെന്താണ് പോസിറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്, ആൻഡ് നെക്സ്റ്റ് വൺ നെഗറ്റീവ് അപ്രോച്ചാണ്. ഒന്നിനെ നമ്മൾ പോയിട്ട് എടുത്തു, ഒന്നിനെ അവിടെ അവോയ്ഡ് ചെയ്തില്ല. എന്താണ്? ഒരു ഗ്ലാസ് വെള്ളം പോയിട്ട് അവിടെ എടുത്തു, അപ്പോൾ അത് പോസിറ്റീവ് ഗോൾ ഡിറക്റ്റഡ് ആണ്. രണ്ടാമത്തേൽ ചെയ്തത് ഫാൻ ഓഫ് ചെയ്യുകയാണ് ചെയ്തത്, ഒരു കാര്യത്തിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്, അവോയ്ഡ് ചെയ്തു. ആ ഒരു ഫാന് അല്ലെങ്കിൽ ആ ഫാനിൽ നിന്ന് വരുന്ന കാറ്റിനെ അവിടെ അവോയ്ഡ് ചെയ്തു. അപ്പോൾ രണ്ട് തരത്തിലാണ് ഗോളിനെ അവരവിടെ പറഞ്ഞത്, അപ്രോച്ച് ബിഹേവിയർ ആൻഡ് അവോയ്ഡൻസ് ബിഹേവിയർ. അപ്രോച്ച് ബിഹേവിയർ അപ്പോൾ ഇവിടെ എന്തായിരിക്കും? പോസിറ്റീവ് ഗോൾ ഡിറക്റ്റഡ് ആണ്. അതായത് വെള്ളം കുടിക്കുക, അതൊരു പോസിറ്റീവ് ഗോൾ ഡിറക്റ്റഡ് ആണ്. അവോയ്ഡൻസ് ബിഹേവിയർ എന്നുള്ളത് ഒരു നെഗറ്റീവ് ഗോൾ അവോയ്ഡൻസ്. അതായത് ആ ഫാന് ഓഫ് ചെയ്തു, അവോയ്ഡ് ചെയ്തു. അപ്പോൾ രണ്ട് തരത്തിലാണ് ഗോൾ പറഞ്ഞത്. അപ്പോൾ ബിഹേവിയർ എപ്പോഴും പർപ്പസ്ഫുൾ ആയിരിക്കും, അതേപോലെ തന്നെ ഗോൾ ഡിറക്റ്റീവ് ആയിരിക്കും. അതിൽ രണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ, അതൊരു കുട്ടി ഇരുന്ന് പഠിക്കുകയായിരുന്നു, പോയി വെള്ളം എടുത്ത് കുടിച്ചു, അതായത് ദാഹം ശമിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവിടുത്തെ പർപ്പസ്. നെക്സ്റ്റിൽ പഠിക്കുന്ന ടൈമിൽ കോൾഡ് തോന്നി, അപ്പോൾ എണീറ്റ് പോയിട്ട് ഫാൻ ഓഫ് ചെയ്തു, അവിടെ ഡിസ്കംഫർട്ട് ഓഫ് കോൾഡിനെ അവോയ്ഡ് ചെയ്തു. അപ്പോൾ രണ്ടിലുള്ള ബിഹേവിയർ, ഒന്ന് അപ്രോച്ച് ബിഹേവിയർ ആദ്യത്തെ, നെക്സ്റ്റിൽ വന്നത് അവോയ്ഡൻസ് ബിഹേവിയർ. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയർ ഈസ് ചേഞ്ചബിൾ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. ബിഹേവിയറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും.
A number of factors influence behavior. In view of this, it is possible to change behavior by modifying these factors. ഒരുപാട് ഫാക്ടേഴ്സ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫാക്ടേഴ്സിനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിഹേവിയറിൽ കൊണ്ടുവരാനായിട്ട് പറ്റും, മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. അപ്പാടെ ഒരാളുടെ ബിഹേവിയർ നമുക്ക് ഒരിക്കലും മാറ്റാനായിട്ട് പറ്റില്ല, പക്ഷെ മോഡിഫൈ ചെയ്യാം, കുറച്ച് മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, അപ്പോൾ എന്ത് വേണം, അങ്ങനെ മാറ്റങ്ങൾ വരുത്തണം വെച്ചെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ മാറ്റം വരുത്താം. ഇപ്പോൾ ഒരു കുട്ടി തീരെ പഠിക്കാത്ത ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും. ആ കുട്ടി എല്ലാ പരീക്ഷയിലും തോൽക്കുകയാണ്, ക്ലാസ്സിൽ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പഠിച്ചു വരില്ല, ഹോംവർക്ക് ചെയ്ത് വരുന്നില്ല, ടീച്ചേഴ്സിനോടൊക്കെ ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്, കുട്ടികളോട് വികൃതി കാണിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ആ കുട്ടിയുടെ ബിഹേവിയർ. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കണം, ഫാമിലിയിൽ എന്താണെന്ന് നോക്കണം, അച്ഛനും അമ്മയും എങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ അതൊക്കെ ആ കുട്ടിയുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തുക. അച്ഛനമ്മയോട് സംസാരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിലാദ്യം മാറ്റങ്ങൾ വരുത്താം. പിന്നെ കുട്ടിയുടെ സിറ്റുവേഷൻസ്, പഠിക്കാനുള്ള ടൈം, വരുന്ന സാഹചര്യം, പിന്നെ അതേപോലെ തന്നെ ബയോളജിക്കൽ നീഡ്സ്, ഫിസിയോളജിക്കൽ നീഡ്സ്, ഇതൊക്കെ കുട്ടിയുടെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സാണ്. എൻവയറമെൻറ്റ് എന്താണ്, എവിടെയാണ് നിൽക്കുന്നത്, ആരുടെ അടുത്താണ് പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത്, പഠിക്കാനുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതൊക്കെ ഇൻഫ്ലുവൻസിങ് ഫാക്ടറാണ്. ഇതിനൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ബിഹേവിയറിൽ മാറ്റം വരുത്താനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ബിഹേവിയറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ബൈ മോഡിഫൈയിങ് ദീസ് factors. It is the changeability which enables a bad man to become a good man and a good man to become a bad man. അപ്പം ഇങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഒരാളെ നല്ല മനുഷ്യനെ ബാഡ് മാനെ ഒരു ഗുഡ് മാൻ ആക്കാനും പറ്റും, ഗുഡ് മാനെ നമുക്ക് ബാഡ് മാൻ ആക്കാനും പറ്റും. ഇനി അടുത്തതാണ് ബിഹേവിയർ ഓൾസോ ഷോ സ്റ്റെബിലിറ്റി. Behavior also shows stability. There is also a certain stability in behavior. ഇനി ബിഹേവിയറിൽ സ്റ്റെബിലിറ്റി ഉണ്ട്, മാറ്റം വരുത്താൻ പറ്റുമെന്നത് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്റ്റെബിലിറ്റിയും കൂടെ ഉണ്ട്. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് എവറി ചേഞ്ച് ഇൻ ദ എൻവയറമെൻറ്റ്, നോർ ഡു ഓൾ ഫോംസ് ഓഫ് ബിഹേവിയർ ചേഞ്ച്. ഹ്യൂമൻ ബിഹേവിയർ ഷോസ് എ ലോട്ട്സ് ഓഫ് സ്റ്റെബിലിറ്റി. ഒരുപാട് മാറ്റങ്ങൾ വന്നാലും, ഇപ്പോൾ എൻവയറമെൻറ്റിൽ മാറ്റങ്ങൾ വന്നാലും ചിലരുടെ ബിഹേവിയറിന് മാറ്റങ്ങൾ ഉണ്ടായിരിക്കില്ല, ചില കാര്യങ്ങൾക്ക് സ്റ്റെബിലിറ്റി കാണിച്ചുകൊണ്ടിരിക്കും. ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ ഇൻസ്റ്റൻസ് യു മേ സ്റ്റിൽ ഫൈൻഡ് യുവർ ഗ്രാൻഡ് മദർ പ്രിഫറിങ് ഓൾഡ് ഐഡിയാസ് ആൻഡ് ഓൾഡ് വേസ് ഓഫ് ലൈഫ് ദോ ഷീ ഈസ് ലിവിങ് ഇൻ എൻ അൾട്രാ മോഡേൺ സൊസൈറ്റി. അല്ലെ, നമ്മുടെ ഇടയിൽ എല്ലാ വീടുകളിലുള്ളതാണ്. ഒരു വയസ്സായ ഒരാളുണ്ട് വെച്ചെങ്കിൽ അവരുടെ ഐഡിയാസും പ്രിഫറൻസൊക്കെ എന്തായിരിക്കും, പഴയ കാലത്ത് തന്നെയായിരിക്കും. ആ പഴയ ആചാരങ്ങളും ചിട്ടവട്ടങ്ങളും ഫുഡാണെങ്കിലും അവരുടെ വസ്ത്രധാരണ രീതിയാണെങ്കിലും ഒക്കെ ഏറെക്കുറെ എങ്ങനെയൊക്കെ ആയിരിക്കും, ആ ഒരു സ്റ്റെബിലിറ്റിയിലായിരിക്കും. ബിഹേവിയറിന് മാറ്റമല്ലാതെ അതിങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് പറഞ്ഞത്, ബിഹേവിയറിൽ സ്റ്റെബിലിറ്റിയും കൂടെ ഉണ്ടായിരിക്കും. ആൻഡ് ലാസ്റ്റ്, ബിഹേവിയർ ഈസ് ഇൻ്റഗ്രേറ്റഡ്. Behavior is integrated. As already mentioned, behavior is influenced by a number of factors and a variety of purpose. Every human being has physiological, psychological, personal and social purpose. ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പർപ്പസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിലേതൊക്കെ ഉണ്ട്, ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ, പേഴ്സണൽ ആൻഡ് സോഷ്യൽ പർപ്പസ്. He or she has also been the subject of different learning experience. In spite of all this, behaviors always show an order and a hierarchy of purpose. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിലും എന്താണ്, ബിഹേവിയറിനൊരു ഓർഡർ ഉണ്ടായിരിക്കും. എപ്പോഴും ഒരു ഓർഡറിൽ അല്ലെങ്കിൽ ഒരു ഹയറാർക്കിയിലായിരിക്കും നമ്മുടെ ബിഹേവിയറൊക്കെ ഉണ്ടായിരിക്കാം. Every individual behaves as a total person, and this process of the organization of different purpose, different learnings and different influencing factors resulting in an integration of behavior. Thus, an individual put in different situation still shows certain characteristics, ways and styles of behavior which help us to understand and predict his or her behavior. ഒരാളെ കൊണ്ടുപോയിട്ട് 10 സിറ്റുവേഷനിൽ നിർത്തണം. ഒരാളെ കൊണ്ടുപോകണം. ആദ്യം ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി നിർത്തുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മരിച്ച വീട്ടിൽ കൊണ്ടുപോയി നിർത്തുന്നു, പിന്നെ ഒരു സ്കൂളിൽ കൊണ്ടുപോയി നിർത്തുന്നു, ഒരു ട്രെയിനിൽ കയറ്റുന്നു, ഒരു ബസ്സിൽ കയറ്റുന്നു, തിരക്കുള്ളൊരു സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി നിർത്തുന്നു. എവിടെ കൊണ്ടുപോയി നിർത്തിയാലും ഇയാളുടെ ആ ഒരു രീതിക്ക് മാറ്റങ്ങൾ വരുത്തുന്നില്ല. അപ്പോൾ ആ ഒരു സെർട്ടൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുന്നത്, അതിൽ മാറ്റില്ല. ആളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയാണ്, അയാളുടേതായിട്ടുള്ള പാറ്റേൺസും ഓർഡറൊക്കെ ഉണ്ട്, അതിൽ മാറ്റങ്ങൾ വരുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ബിഹേവിയർ ഈസ് ഇൻ്റഗ്രേറ്റഡ് ആണ്. സിമിലാരിറ്റി ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്, ചേഞ്ചബിൾ ആണ്. ഇതൊക്കെ പറഞ്ഞാലും ഒരാളുടെ ബിഹേവിയറിൽ
ഓർഡറും ഹയറാർക്കി ഉണ്ട് വെച്ചെങ്കിൽ ചിലപ്പോൾ അത് മാറ്റാനായിട്ട് വരില്ല. ഏത് സിറ്റുവേഷൻസിൽ പോയാലും അയാൾ അതേപോലെ തന്നെ ബിഹേവ് ചെയ്യും. അങ്ങനത്തെ ഒരാളെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പറയാം, അയ്യോ അവൻ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകണ്ടാവും, അവിടെ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ബിഹേവിയർ ആണ് വെച്ചെങ്കിൽ നമുക്കതിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും? ഓക്കെ ആണ്. വരുന്നത്. ഇടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, 103 ക്ലാസ് എടുത്ത് തുടങ്ങിയോ? ഇല്ല തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോ ഫസ്റ്റ് ഇയറിന് ഇപ്പൊ 101 ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഇതൊന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 103 തുടങ്ങിയാൽ മതി. കാരണം ഇതിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ 103 വരുന്നുണ്ട്. അപ്പൊ അത് ഇത് പഠിച്ചു കഴിഞ്ഞാല് കുറച്ചും കൂടി അത് ഈസി ആയിരിക്കും. അപ്പൊ ഞാൻ നോട്ട് തരാം, രണ്ടിലും കൂടെ ഏകദേശം ഒരേപോലത്തെ നോട്ട് തരാം. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്ന് പഠിച്ച് നല്ല വൃത്തിക്ക് എഴുതാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അടുത്തത് historical development of psychology. The term psychology is derived from two Greek words. Psyche means soul or breath and logos means knowledge or study. രണ്ട് വേർഡ്സിൽ നിന്നാണ് സൈക്കോളജി എന്നുള്ള വേർഡ് ഉണ്ടായിട്ടുള്ളത്. അതായത് ആദ്യത്തെയാണ്, രണ്ട് ഗ്രീക്ക് വേർഡ്സ് ആണ്. സൈക്കി അതായത് സോൾ അല്ലെങ്കിൽ ബ്രീത്ത് എന്നാണ് അതിൻ്റെ മീനിങ്. അതേപോലെ തന്നെ ലോഗോസ്. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് എന്ത് വന്നത്? സൈക്കോളജി എന്നുള്ള വേർഡ് ഉണ്ടായത്. അതിൻ്റെ മീൻസ് ലോഗോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ് ഓർ സ്റ്റഡി. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് സൈക്കോളജി എന്നുള്ള വേർഡ് ഉണ്ടായിട്ടുള്ളത്. The word psychology was not in common use before the 19th century. 19th centuryയുടെ മുന്നേ എന്താണ്? സൈക്കോളജി എന്നുള്ള വേർഡ് അധികം യൂസ് ചെയ്തിരുന്നില്ല, ഒരു ടേം ഉണ്ടായിട്ടില്ല. And the field of psychology did not actually become an independent science until the middle of the 19th century. അപ്പോൾ 19ാം നൂറ്റാണ്ടിന് മുൻപ് വരെ സൈക്കോളജി എന്നുള്ള ഒരു ടേം ഉണ്ടായിരുന്നില്ല എന്നല്ല, അത് യൂസ് ചെയ്തിരുന്നില്ല, അധികം ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെന്താണ്, 19ാം നൂറ്റാണ്ടിൻ്റെ മിഡിലോട്ട് വന്നു, ഒരു മധ്യഭാഗത്തോട്ട് വന്നപ്പോൾ എന്തായി? അപ്പോഴാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആയിട്ട് സൈക്കോളജീനെ അക്സെപ്റ്റ് ചെയ്തത്. Psychology emerged as an independent academic discipline in 1879 when a German professor, Wilhelm Wundt, established the first psychology laboratory at the University of Leipzig, Germany. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അതായത് നമ്മുടെ വില്യം വോണ്ട് ജർമ്മൻ പ്രൊഫസറാണ്. അദ്ദേഹം ജർമ്മനിയിലെ ലീപ്സിഗ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിക്ക് വേണ്ടിയിട്ട് ഒരു ലാബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലാബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന് ശേഷമാണ് സൈക്കോളജി ഒരു ഇൻഡിപെൻഡൻറ്റ് അക്കാഡമിക് ഡിസിപ്ലിനായിട്ട് മാറി. അതൊരു സയൻറ്റിഫിക് ഫീൽഡായിട്ട് സൈക്കോളജി മാറി. കാരണം മറ്റേ സയൻസുകൾ പോലെ തന്നെ സൈക്കോളജിക്കും ഒരു ലാബ് വേണം, എക്സ്പെരിമെൻറ്റ്സ് നടത്തണം, എംപിരിക്കലി ഇതൊക്കെ പ്രൂവ് ചെയ്യണമെന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഇതൊരു സയൻറ്റിഫിക് ഫീൽഡായിട്ട് മാറിയത്. The intellectual roots of psychology lie at the union of philosophy and physiology. ശരിക്കും സൈക്കോളജിയുടെ റൂട്ട് കിടക്കുന്നത് എവിടെയാണ്? ഫിസിയോളജി ആയിരുന്നു. പണ്ട് കാലത്ത് ഫിലോസഫി ആയിരുന്നു. അതിൽ നിന്ന് ഫിലോസഫേഴ്സ് ഓരോ ഡെഫിനിഷൻ കൊടുത്തിട്ടാണ് ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള സൈക്കോളജി ആയത്. അപ്പം ഇതിൻ്റെ ഒറിജിനൽ റൂട്ട് കിടക്കുന്നത് ഫിലോസഫിയിലും ഫിസിയോളജിയിലൊക്കെയാണ്. Wundt is traditionally recognized as the founder or father of the modern psychology. അതുകൊണ്ട് തന്നെ വൂണ്ട് എന്ത് പേരിൽ അറിയപ്പെടുന്നു? Founder or father of modern psychology. The year of 1879 is seen as a remarkable year when psychology finally emerged as a unique field. Prior to Wundt, it was not possible to major in psychology because there were no official psychologists or psychology departments. അപ്പോൾ 1879 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ്. സൈക്കോളജീനെ സംബന്ധിച്ചിടത്തോളം ഒരു റിമാർക്കബിൾ ഇയർ ആണ്. കാരണം സൈക്കോളജിക്ക് മാത്രമായിട്ട് ഒരു ലാബോറട്ടറി വന്നൊരു വർഷമാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു യുണീക്ക് ഫീൽഡ് അല്ലെങ്കിൽ യുണീക്ക് ഡിസിപ്ലിനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു വർഷമാണ്. അപ്പോൾ വൂണ്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ എന്താണ്, സൈക്കോളജിക്ക് അന്ന് ഒഫീഷ്യലായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റോ ഉണ്ടായിരുന്നില്ല. ഈ വർഷവും അതേപോലെ തന്നെ വൂണ്ട് എന്ന് പറയുന്നത് സൈക്കോളജിയിലൊരു റിമാർക്കബിൾ പോയിൻ്റാണ്. വൂണ്ട് സ്റ്റാർട്ട് സ്റ്റഡിയിങ് ദ സ്ട്രക്ചർ ഓഫ് മൈൻഡ് which referred the immediate conscious experience, the contents and process of subjective experience such as sensation, thoughts, feelings and emotions. വൂണ്ട് എങ്ങനെയാണ് മൈൻഡിനെ പഠിക്കാനായിട്ട് തുടങ്ങിയത്? സ്റ്റഡിയിങ് ദ സ്ട്രക്ചർ ഓഫ് മൈൻഡ്. സ്ട്രക്ചർലെസ് ആയിരുന്നു.
അതായത് ഇങ്ങനെ സ്ട്രക്ചറാക്കി പഠിക്കുക, ഓരോ പാറ്റേൺ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. അതായിരുന്നു വൂണ്ടിൻ്റെ അപ്രോച്ച്. ഒരു സ്ട്രക്ചറലിസം ആയിരുന്നു. കോൺഷ്യസ് എക്സ്പീരിയൻസ്, കണ്ടൻസ് ആൻഡ് പ്രോസസ് ഓഫ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് സച്ച് ആസ് സെൻസേഷൻ, തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മൈൻഡിനെ പറ്റി പഠിക്കാനായിട്ട് വൂണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ദസ് ഫോർമലി സൈക്കോളജി വാസ് റെക്കഗ്നൈസ്ഡ് ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് സയൻസ് ഇൻ 1879. അങ്ങനെ സൈക്കോളജി 1870 എന്തായി, ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആയിട്ട് മാറി. അതുവരെ സൈക്കോളജിക്ക് ഒരു പേരും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ലാബ് വന്ന് അത് ലാബിൽ മറ്റുള്ള കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ലാബിൽ വെച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തി തുടങ്ങിയപ്പോഴാണ് സയൻസിനൊരു സയൻറ്റിഫിക് ഡിസിപ്ലിനായിട്ട് സൈക്കോളജിനൊരു സയൻറ്റിഫിക് ഡിസിപ്ലിനായിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ 1879 ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് വരാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിൽ ഇമ്പോർട്ടൻറ്റ് സൈക്കോളജി ആസ് എ സയൻസും ചോദിച്ചു കണ്ടിട്ടുണ്ട് അല്ലെ. അടുത്തത് അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതും കൂടെ എടുക്കാം, നമുക്ക് ഇതും കൂടെ എടുത്തിട്ട് ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ ചാപ്റ്റർ കഴിഞ്ഞു. സൈക്കോളജി ആസ് എ സയൻസ്. സൈക്കോളജി ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ. സയൻസ് എന്ന രീതിയിൽ സൈക്കോളജീനെ പറയാണ്. എന്താണ്? സയൻസ് ഓഫ് എ ബിഹേവിയർ ആണ് സൈക്കോളജി. നമ്മൾ പഠിച്ചതാണ് സയൻസ് ഓഫ് ബിഹേവിയർ. സയൻസ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഗാതേർഡ് ത്രൂ കെയർഫുള്ളി ഒബ്സർവിങ് ആൻഡ് മെഷറിങ് ഈവൻസ്. സയൻസ് എന്ന് പറയുന്നത് എന്താണ്? മോർഗൻ എട്ടൽ പറഞ്ഞത് സയൻസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഗാതേർഡ് ത്രൂ കെയർഫുള്ളി ഒബ്സർവിങ് ആൻഡ് മെഷറിങ് ഈവൻസ്. അല്ലെ, കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ മെഷർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അല്ലെ, ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നിൽക്കുക, ഓരോന്നിനും കൃത്യമായിട്ട് മെഷർമെൻറ്റ്സ് ഉണ്ട്. ആ രീതിയിൽ കെയർഫുള്ളി ഒബ്സർവ് ചെയ്ത് എംപിരിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതിനെയാണ് സയൻസ് എന്ന് പറയുന്നത്. സയൻസ് ഈസ് ആൻ അപ്രോച്ച് ടു നോളജ് ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. ലാഹെ പറഞ്ഞതാണ് സയൻസ് എന്ന് പറയുന്നത് നോളജിലോട്ടുള്ള ഒരു അപ്രോച്ചാണ്. ആൻഡ് ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. വെറുതെ ഒബ്സർവ് ചെയ്യാതെ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ നടത്തിയിട്ടാണ് ഈ ഒരു നോളജ് അപ്രോച്ച് ചെയ്യുന്നത്. അതാണ് സയൻസ് എന്ന് ലാഹെ പറഞ്ഞു. The sole aim of science is to classify, understand and unify the objects and phenomena of the material world. ശരിക്കും സയൻസിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്? ക്ലാസിഫൈ ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ആൻഡ് യൂണിഫൈ ദ ഒബ്ജക്ട്സ് ആൻഡ് ഫിനോമിന ഓഫ് ദ മെറ്റീരിയൽ വേൾഡ്. കൃത്യമായിട്ടൊരു പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കും അല്ലേ, ഓരോ സയൻസിനും ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കും. അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, യൂണിഫൈ ചെയ്യുക. ഇതാണ് സയൻസിനെ പറ്റി പറയാനുള്ളത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ്. ഒരു സയൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇത്രയും നേരം സയൻസ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഒരു സയൻസ് ആണെന്ന് പറയത്തക്ക രീതിയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? The observation of events. The observation of events is systematized in various ways, but mainly by classifying and establishing general principles and laws to describe and predict new events as accurately as possible. ഈവൻസിനെ ഒബ്സർവ് ചെയ്യാണ്. എങ്ങനെ? ഇൻ സിസ്റ്റമാറ്റൈസ്ഡ് വേ. വെറുതെ അങ്ങോട്ട് പോയിട്ട് ഒബ്സർവ് ചെയ്യല്ലോ, ഒരു ലാബിൽ കൊടുത്ത് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് വേയിൽ ഒബ്സർവ് ചെയ്യുന്നു. ബട്ട് മെയിൻലി ബൈ ക്ലാസിഫൈങ് ആൻഡ് എസ്റ്റാബ്ലിഷിങ് ജനറൽ പ്രിൻസിപ്പിൾ ആൻഡ് ലോസ്. ഇതിനൊക്കെ ഒരു പ്രിൻസിപ്പിൾസും ലോസും ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നതും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും. ടു ഡിസ്ക്രൈബ് ആൻഡ് പ്രെഡിക്റ്റ് ന്യൂ ഈവൻറ്റ്സ് ആസ് ആക്യുറേറ്റ്ലി ആസ് പോസിബിൾ. എത്രത്തോളം ആക്യുറേറ്റ് ആക്കാൻ പറ്റുമോ അത്ര ആക്യുറേറ്റ് ആയിരിക്കണം ഒരു സയൻസിൽ ഒരു കാര്യം കൊണ്ടുവരുന്നത്. കൃത്യമായിട്ട് മെഷർമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ ആക്യുറേറ്റോടെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണം, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണം. ഇതാണ് സയൻസിൻ്റെ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. എങ്ങനെയാണ്? ഒബ്സർവേഷൻ സിസ്റ്റമാറ്റൈസ്ഡ് ആണ്, മെയിൻലി ബൈ ക്ലാസിഫൈയിങ് ആൻഡ് എസ്റ്റാബ്ലിഷിങ് ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ്. പ്രിൻസിപ്പിൾസും ലോസും ക്ലാസിഫൈ ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടായിരിക്കണം ഈ ഒരു ഒബ്സർവേഷൻ വേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒബ്സർവേഷൻസ് ഒക്കെ നടത്തുന്നത്? ടു ഡിസ്ക്രൈബ് ആൻഡ് പ്രെഡിക്റ്റ് ന്യൂ ഈവൻറ്റ്സ്. പുതിയ കാര്യങ്ങൾ കൊണ്ടുവരികയാണ്, പുതിയ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുക ആസ് ആക്യുറേറ്റ്ലി ആസ് പോസിബിൾ. എത്രത്തോളം ആക്യുറേറ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ആക്യുറേറ്റ് ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ആദ്യത്തെ സയൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അടുത്തത് psychology studies behavior in the same way as the other sciences study their subject matter and therefore shares a number of features with them. സൈക്കോളജി എന്ത് ചെയ്യുന്നുണ്ട്? ബിഹേവിയറിനെ പഠിക്കുന്നുണ്ട്. ഇൻ ദ സെയിം വേ ആസ് അതർ സയൻസസ് സ്റ്റഡി ദെയർ സബ്ജക്ട് മാറ്റർ ആൻഡ് ദെർഫോർ ഷെയർസ് എ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് വിത്ത്. മറ്റുള്ള സ്റ്റഡീസ് പഠിക്കുന്ന പോലെ തന്നെ സൈക്കോളജി സയൻറ്റിഫിക് ആയിട്ടാണ് പഠിക്കുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് അതിലുണ്ട്.
In common with other sciences, psychology as a science has the following characteristics as described by Morgan et al. മോർഗൻ എറ്റൽ സൈക്കോളജി ആസ് എ സയൻസ് ആക്കിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആദ്യത്തെ എംപിരിക്കൽ ഒബ്സർവേഷൻ. ഏറ്റവും ആദ്യം വരുന്നതാണ് എംപിരിക്കൽ ഒബ്സർവേഷൻ. Like other disciplines of science, the discipline of psychology rests on experiment and observation rather than on argument, opinion or belief. എന്താണ് മറ്റുള്ള ഡിസിപ്ലിൻസ് അല്ല മറ്റുള്ള സയൻസ് പോലെ തന്നെ സൈക്കോളജിയിലും എന്തുണ്ട്, എക്സ്പെരിമെൻ്റ് ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്. അതല്ലാതെ ഒപ്പീനിയനോ ബിലീഫോ ആർഗ്യുമെൻറ്റോ വെച്ച് മാത്രമല്ല സൈക്കോളജി എന്തുണ്ട്, എക്സ്പെരിമെൻറ്റ്സ് നടത്തി കൃത്യമായിട്ട് ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്ത്, സൈക്കോളജി. ഇതല്ലാതെ വെറുതെ വാക്കാലെ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സോ ഒപ്പീനിയൻസോ ബിലീഫ്സോ ഒന്നുമല്ല ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് വന്നതാണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആൻഡ് തിയറി. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് ആൻഡ് തിയറിയാണ്. ഡാറ്റ ഫ്രം ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ് ആർ എസെൻഷ്യൽ ടു സയൻസ് ഇൻ ഓർഡർ to make some sense in helping us to understand events. The scientist tries to find a limited number of principles which will summarize the data economically. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒബ്സർവേഷൻസും എക്സ്പെരിമെൻറ്റ്സും ഒരു സയൻസ് ആക്കത്തൊക്കെ എന്തായിരിക്കണം, ഒരു സെൻസ് ഉണ്ടാക്കിയെടുക്കണം. ടു അണ്ടർസ്റ്റാൻഡ് ഈവൻസ്, നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ ആ തരത്തിലാണ് അത് ട്രൈ ചെയ്യുന്നത്. ഒരു ഡാറ്റേനെ കൊണ്ടുവന്നിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ലൈക്ക് അതർ സയൻറ്റിഫിക് തിയറി, സൈക്കോളജി ഓൾസോ ഫോളോസ് എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഓഫ് ഒബ്സർവേഷൻ, ഡാറ്റ കളക്ഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് സൈക്കോളജിയിലും നടക്കുന്നത്. അതായത് ഒബ്സർവ് ചെയ്യുന്നു, സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. ഇപ്പോൾ ഒരു 10 കുട്ടികളെ ഒബ്സർവ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ആ സ്കൂളിൽ പോയിട്ട് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. വെറുതെ ചോദ്യം ചോദിച്ച് ആൻസേഴ്സ് കളക്ട് ചെയ്യൽ മാത്രമല്ല, നമുക്ക് അതിൻ്റേതായിട്ടുള്ള മെഷറബിൾ സ്കെയിലുകളുണ്ട്. അതിനെ കൃത്യമായ രീതിയിൽ അനാലിസിസ് ചെയ്യുന്നുണ്ട്, ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സയൻറ്റിഫിക് ഫീൽഡിൽ നടക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ ഈ ഒരു സൈക്കോളജിക്കൽ റിസർച്ചിലും നടക്കുന്നുണ്ട്. ഒബ്സർവേഷൻ ഉണ്ട്, ഡാറ്റ കളക്ഷൻ ഉണ്ട്, അനാലിസിസ് ഉണ്ട്, ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ഇതെല്ലാം അതെന്താണ്, സിസ്റ്റമാറ്റിക് ആണ്. ഇതാണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആൻഡ് തിയറി എന്ന ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കേടാ. ഇനി നെക്സ്റ്റ് മെഷർമെന്റ്. ഇനി അടുത്തതാണ് മെഷർ. അപ്പോൾ ഈ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്താൽ മാത്രം പോരെ, എന്ത് വേണം, മെഷർമെൻറ്റ്സ് ഉണ്ട്. കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ്സ് സൈക്കോളജിയിലും ഉണ്ട്. അനദർ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ ഓഫ് മെനി സയൻസ് ഈസ് മെഷർമെൻറ്റ്. മറ്റൊരു ഫീച്ചറാണ്, എല്ലാ സയൻസിൻ്റെയും മറ്റൊരു ഫീച്ചറാണ് മെഷർമെൻറ്റ്. ഡിഫൈൻഡ് ആസ് അസൈൻമെൻറ്റ് ഓഫ് നമ്പേഴ്സ് ടു ഒബ്ജക്ട്സ് ഓർ ഈവൻസ് അക്കോർഡിംഗ് ടു സർട്ടൻ റൂൾസ്. നമ്പർ അസൈൻ ചെയ്യുക, അതിന് വെറുതെ അസൈൻ ചെയ്യല്ല, അതിന് കൃത്യമായിട്ടുള്ള റൂൾസും കാര്യങ്ങളും ഉണ്ട്. Physics is ranked highest, most scientific among these sciences as it has developed the most precise measurement. ഇപ്പോൾ സയൻറ്റിഫിക് ഫീൽഡ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് റാങ്കിൽ നിൽക്കുന്നത് ആരാണ്, ഫിസിക്സ് ആണ്. കാരണം കൃത്യമായിട്ട് മെഷർമെൻറ്റ്സ് ഉള്ള ഒരു സയൻസാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു മെഷർമെൻറ്റ്സ് ഏതിലുണ്ട്, പ്രിസൈസ് മെഷർമെൻറ്റ്സ് ഇല്ലെങ്കിൽ കൂടി മെഷർമെൻറ്റ്സ് സൈക്കോളജിയിലും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സ്കെയിലുണ്ട്, ഇൻ്റലിജൻസിൻ്റെ സ്കെയിലുണ്ട്, അതിലെന്തുണ്ട്, കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. ഒരു കുട്ടിയുടെ IQ ലെവൽ നോക്കാൻ ഇത്രേൻ്റെ ഉള്ളിൽ 35 to 45 ആണെങ്കിൽ ആവറേജ് IQ ആണ്. നമുക്കതിന് കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ്സും സ്കെയിലും കാര്യങ്ങളും ഉണ്ട്. ആവറേജ് അല്ലല്ലോ, ലോ ആവറേജ് അല്ലേ? ആവറേജ് ഒരു ഞാൻ 85 to 110. ഏകദേശം പറഞ്ഞതാ. ഓക്കെ ഓക്കെ, ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അപ്പൊ ഇന്ന് ഞാൻ പ്രാക്ടിക്കലിന്റെ എഴുതിയുള്ളേ, അപ്പം ഞാൻ ഓർത്തു ഞാൻ എഴുതത് തെറ്റോ എന്ന് വിചാരിച്ചു. ഇല്ല, ഞാൻ വെറുതെ ഓക്കെ പറഞ്ഞതാ. ഓക്കെ കൃത്യമായിട്ട് മെഷർമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ശരി അസൈൻ ശരി, ചെയ്തിട്ടുള്ള ഒരു സ്കെയിൽ നമുക്കും ഉണ്ട്, സൈക്കോളജിയിലും ഉണ്ട്. ഓക്കേടാ ഓക്കെ. ഇനി അടുത്തത് ഡെഫിനിഷൻ ഓഫ് ടേംസ്. The careful definition of terms is essential to clear thinking in science. The procedure in psychology is to define concepts by relating them to observable behavior. പിന്നെ ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയും. അതായത് സൈക്കോളജിയിലെ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ ടു ഡിഫൈൻ കോൺസെപ്റ്റ്സ് ബൈ റിലേറ്റിംഗ് ദം ടു ഒബ്സർവബിൾ ബിഹേവിയർ. നമ്മളൊരു ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്തിട്ടാണ് അതിൻ്റെ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയും. When we define a concept operationally, we define it in terms of measurable and observable operation. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ ആങ്സൈറ്റി നമ്മൾ സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പം ആൾ കാണിക്കുന്ന ആങ്സൈറ്റിക്കും അതിൻ്റെ ഫേസിൽ നമ്പേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല അല്ലേ. നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒബ്സർവ് ചെയ്തിട്ട് അതിനെ എന്തിലോട്ട് മാറ്റുകയാണ്, മെഷറിലോട്ട് മാറ്റുകയാണ് അല്ലേ. ഒരു നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കും. ആങ്സൈറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ 5 എന്ന് കൊടുത്തു, കുറച്ച് കുറവാണെങ്കിൽ 4 എന്ന് കൊടുത്തു, ഒരു മീഡിയം ലെവലിലാണെങ്കിൽ 3 എന്ന് കൊടുത്തു. അങ്ങനെ അതിനെ പിന്നീട് മെഷറിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. For example, the concepts of length, height in physics and concepts like intelligence, motivation, personality in psychology are defined in terms of observable operations which can be performed to measure them. കാരണം നമ്മൾ അതിനൊക്കെ ഒബ്സർവ് ചെയ്തിട്ടാണ് എടുക്കുന്നത്, പിന്നീടാണ് അതിനെ മെഷർ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്നത് അല്ലേ. ഇപ്പം IQ ആ കുട്ടി ചെയ്യുന്നതിനനുസരിച്ച് ആദ്യം നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യും, എന്നിട്ട് അത് മെഷറിലോട്ട് മാറ്റും. However, psychology is a different types of science, behavioral science. In physics or chemistry, researchers investigate processes and events which remain stable and constant to a large extent. സൈക്കോളജി ഏത് ടൈപ്പിലുള്ള സയൻസ് ആണ്? ബിഹേവിയറൽ സയൻസ് ആണ്. ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ റിസർച്ചേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് വിച്ച് റിമെയിൻ സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റന്റ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. This makes it possible to measure and predict with a reasonable degree of accuracy, but it is not the case with human behavior, which is highly complex, not easily controllable, and appears to be much more unpredictable than the reactions of physical and chemical substances. ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും പോലെ സിമ്പിൾ അല്ല ഒരു സൈക്കോളജിയിലെ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമല്ല. കാരണം ഹ്യൂമൻ ബിഹേവിയർ ആണ്, കുറച്ച് കോംപ്ലക്സ് ആണ് അല്ലേ. ഈസിലി കൺട്രോൾ ചെയ്യാനോ പ്രെഡിക്റ്റ് ചെയ്യാനോ പറ്റത്തില്ല. ഫിസിക്സിലും കെമിസ്ട്രിയിലും നമുക്ക് ആ ഒരു സബ്സ്റ്റൻസിൻ്റെ മെഷർമെൻറ്റ്സ് കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു റിയാക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാനായിട്ട് പറ്റും. പക്ഷേ സൈക്കോളജിയിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്, അതിനെ മെഷർ ചെയ്യാൻ പറ്റുമെങ്കിലും അതിനെ പ്രെഡിക്റ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഈസി അല്ല. Thus, psychology is categorized under the youngest group of scientific inquiry, the social behavioral sciences. സൈക്കോളജിനെ സോഷ്യൽ ബിഹേവിയറൽ സയൻസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, വിച്ച് ഓൾസോ ഇൻക്ലൂഡ്സ് സബ്ജക്ട്സ് ലൈക്ക് ആന്ത്രപ്പോളജി, ഇക്കണോമിക്സ്, എഡ്യൂക്കേഷൻ, ജോഗ്രഫി, ഹിസ്റ്ററി, ലിംഗ്വിസ്റ്റിക്സ്, സോഷ്യോളജി എക്സെട്ര. ഈ ഫീൽഡുകളൊക്കെ സോഷ്യൽ ബിഹേവിയറൽ സയൻസിൽ വരുന്നതാണ്. അതേ ഒരു ഫീൽഡിൽ തന്നെയാണ് സൈക്കോളജി. ബിഹേവിയറൽ സ്കൂളിലാണ് നമ്മൾ സൈക്കോളജി പെട്ടിട്ടുള്ളത്. അത്രയും മതി. ഇതാണ് ഡെഫിനിഷൻ ഓഫ് ടേംസിൽ ഇത്ര എഴുതണ്ട കേട്ടോ. ഡെഫിനിഷൻ ഓഫ് ടേംസിൽ ഇത്ര എഴുതിയാൽ മതി. ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുമ്പോൾ ഇതുവരെ എഴുതാൻ മതി. ഇതാണ് ഡെഫിനിഷൻ ഓഫ് ടേംസ്, ഇത്ര വരെ എഴുതിയാൽ മതി. ബാക്കി മൊത്തത്തിലുള്ളൊരു കൺക്ലൂഷനാണ്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കാം. ജൂൺ 2024. ബാക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാനിതിൽ എഴുതിയിട്ടില്ല. ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ജസ്റ്റിഫൈ സൈക്കോളജി ആസ് എ സയൻസ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് സൈക്കോളജി ആസ് എ സയൻസ് നമ്മൾ ഇന്ന് എടുത്ത കാര്യങ്ങൾ. അപ്പോൾ ആദ്യം എന്ത് വേണം, സൈക്കോളജി ആദ്യം എന്താണെന്നൊരു ഡെഫിനിഷൻ കൊടുക്കണം. ആദ്യത്തെ ബിഹേവിയർ ഓഫ് സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ആ ഡെഫിനിഷൻസ് ഇല്ലേ, അത് എഴുതുക. സൈക്കോളജി എന്താണെന്നൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഒരു ഡെഫിനിഷൻ കൊടുത്തതിന് ശേഷം സയൻസ്, സൈക്കോളജി ആസ് എ സയൻസ് എന്നുള്ളത് എഴുതുക. എന്നിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക. ഓക്കെ, അപ്പോൾ ഒരു 5-6 പേജൊക്കെ എഴുതാനായിട്ടുള്ളത് കിട്ടും. ഇനി ട്രേസ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജി, എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. 2 ഉണ്ട്. അപ്പോൾ 10 മാർക്കിന് എന്ന് പറയുമ്പോൾ 5+5 ആയിട്ടാവും വരിക. അപ്പോൾ അതിൽ എന്ത് വേണം, സൈക്കോളജി ആദ്യം എന്താണെന്ന് എഴുതണം. എന്നിട്ട് അപ്പം ഒരു 2 മാർക്കിന് സൈക്കോളജി എന്താണെന്ന് എഴുതുക. ഒരു 4-5 സെൻറ്റൻസ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സൈക്കോളജി എന്താണെന്ന് എഴുതിയിട്ട് പിന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് എഴുതുക. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിൽ ഇന്ന് നമ്മൾ വൂണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യമൊക്കെയാണ് എഴുതരുത്. ലാബോറട്ടറി, ജർമ്മനിയിലൊരു ലാബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു, ആ കാര്യങ്ങളൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജിയിൽ. കണ്ടോ, സൈക്കോളജി എന്നുള്ള ടേം വന്നുള്ളത് 2 ഗ്രീക്ക് വേർഡ്സ് എന്നാണ്. സൈക്കി, ലോഗോസ്, അതിൻ്റെ മീനിങ് ഒക്കെ എഴുതുക. അതിന് മുന്നേ 19ാം നൂറ്റാണ്ടിൻ്റെ മുൻപേ വലിയ കോമൺ യൂസ് ആയിരുന്നില്ല. പകുതിയിലാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആയത്. അതായത് 1879 വില്യം വൂണ്ട് ഒരു ജർമ്മനിയിലെ ഒരു ലീപ്സിക് യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജിക്ക് വേണ്ടി മാത്രം ഒരു ലാബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനുശേഷമാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആയത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നീട് എന്ത് വേണം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ എന്ന് എടുത്ത ക്യാരക്ടറിസ്റ്റിക്സ്. എത്ര ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്? 1 2 3 4 5 6
7, 8, 9. 9 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്. 9 ക്യാരക്ടറിസ്റ്റിക്സ്, 9 എണ്ണം എഴുതിക്കോളൂ കേട്ടോ, ഒന്നും മിസ് ചെയ്ത് പോകണ്ട. എളുപ്പമാണ്. അതായത് ആദ്യത്തെ എന്താണ്, ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കോംപ്ലക്സിറ്റി ഉണ്ട്. പിന്നെ ആ ഫാക്ടേഴ്സിൽ തന്നെ രണ്ട് കാര്യങ്ങൾ വരുന്നത്, അതായത് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സും ഉണ്ട്, എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സും ഉണ്ട്, അത് വന്നു. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസും ഉണ്ട്, സിമിലാരിറ്റി ഉണ്ട്. അത് 2 പോയിന്റ് ആക്കിയിട്ട്, ഒന്ന് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അതേപോലെ തന്നെ സിമിലാരിറ്റി. പിന്നെ പർപ്പസ്ഫുൾ ആണ്, അതിൽ 2 എണ്ണം വരുന്നുണ്ട്, പോസിറ്റീവ് കോൾ ഡയറക്റ്റഡും നെഗറ്റീവ് കോൾ ഡയറക്റ്റഡും. പിന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, ബിഹേവിയർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, അതേപോലെ തന്നെ സ്റ്റെബിലിറ്റിയും ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ബിഹേവിയർ ഈസ് ഇൻ്റഗ്രേറ്റഡ്. അങ്ങനെ 9 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാം. ഇനി അടുത്തത്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 150 വേർഡ്സ്. 150 വേർഡ്സിന് സൈക്കോളജി ആസ് എ സയൻസ് ഉണ്ട്. അപ്പോൾ എന്ത് വേണം, സൈക്കോളജി എന്താണെന്ന് എഴുതണം, സയൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതിയിട്ട് സൈക്കോളജി ആസ് എ സയൻസ് എന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എഴുതണം. ഈ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ, അപ്പോഴും സൈക്കോളജി എന്താണെന്ന് എഴുതണം, ബിഹേവിയർ എന്താണെന്ന് എഴുതിയിട്ട് ബിഹേവിയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാം. അപ്പം നമുക്ക് ഒന്നും കൂടി ഷോർട്ടാക്കിയിട്ട് എഴുതാം. 9 എണ്ണം എഴുതിയിട്ട് വല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, കുറച്ച് ഓരോന്നിനും ഒരു 2-3 പോയിൻ്റൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ഇനി അടുത്തത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജി. 10 മാർക്കിൻ്റെയാണ് ചോദിച്ചിട്ടുള്ളത്. 10 മാർക്കിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് എഴുതാനുള്ളത് നമ്മുടെ നോട്ടിലില്ല. അപ്പോൾ എന്ത് വേണം, കുറച്ചും കൂടി മുന്നോട്ട് പോവുക. അതായത് നമ്മുടെ കറൻറ്റ് ഡെഫിനിഷൻസും ഏർലി ഡെഫിനിഷൻസും ഒക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ. മിഡിൽ ഏജസിൽ ഇങ്ങനെ പറഞ്ഞു, ആദ്യം എന്തായിരുന്നു, ഫിലോസഫേഴ്സ് സയൻസ് ഓഫ് സോൾ ആണെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ വെയിറ്റും എക്സിസ്റ്റൻസും വോളിയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പിന്നീട് കോൺഷ്യസ്നെസ് ആയി, മൈൻഡായി, ആൻഡ് ലാസ്റ്റ് സയൻസ് ഓഫ് ബിഹേവിയർ ആയി. അങ്ങനെ പറഞ്ഞ് 2-3 ഡെഫിനിഷൻസ് ഒക്കെ എഴുതിയിട്ട് പിന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് എഴുതുക. അപ്പോൾ നമുക്ക് ചോദിച്ചുള്ളത് മാത്രം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നും എഴുതാനായിട്ട് ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എഴുതുക. ഓൾറെഡി പറയേണ്ട ആവശ്യമില്ല, മിക്സ് ആയിക്കോളും നേരത്ത്, എന്നാലും ഒന്നും കൂടി കൂട്ടിയിട്ട് എഴുതാനായിട്ട് നോക്കുക. ആൻഡ് ഡിഫൈൻ സൈക്കോളജി, ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ്. 10 മാർക്കിൻ്റെ. അപ്പോൾ ഇത് ഡിഫൈൻ സൈക്കോളജി വന്നാൽ 4+6 അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. സൈക്കോളജി എന്താണെന്ന് എഴുതിയിട്ട് പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ് എഴുതും. ഓക്കെ അല്ലേ? ഓക്കെ. മതി. നാളെ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ എടുക്കാം. നാളെ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നാളെ ഉണ്ടാവില്ല, മറ്റന്നാൾ വയ്ക്കാം. ഓക്കെ. പിന്നെ 7:30 106 പറഞ്ഞിട്ടില്ലേടാ, അത് 8 മണി വരെയൊക്കെ കാണുള്ളൂ. എന്താന്നോ, എനിക്ക് 8 മണിക്ക് വേറൊരു വർക്ക്ഷോപ്പിന് ഞാൻ ചേർന്നിട്ടുണ്ടേ. അപ്പൊ ഈ ഒരു മാസം 8 to 9 അതുണ്ടാവും. അതാ ചോദിച്ചത്. 8 to 9. ഇന്റേൺഷിപ്പിന്റെ ആണോ? ഇന്റേൺഷിപ്പിന്റെ അല്ല, ഞാൻ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഒരു കോഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊരു വർക്ക്ഷോപ്പ്, ഒരു ക്ലിനിക്കിൽ നിന്ന് വന്നപ്പോ ഞാൻ അറ്റൻഡ് ചെയ്യുന്നേ ഉള്ളൂ. അത് നിംഹാൻസി എന്നുള്ള ആൾക്കാരൊക്കെ എടുക്കുന്നേ, നല്ലതായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ചേർന്നത്. കുഴപ്പമില്ല, നല്ല ക്ലാസ്. കാരണം കുറച്ചും കൂടി റെമഡിയൽ ഇന്റർവെൻഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോ അത്രേ ഇല്ലായിരുന്നു. നിംഹാൻസ് ആകുമ്പോ കുറച്ചുകൂടി ഉണ്ടാവുമല്ലോ. നല്ല തൃശ്ശൂരല്ല, മറ്റേ ബാംഗ്ലൂർ ഉള്ളത്. സോറി, ഇവിടെ ടിം ഹാൻസ് ആണുള്ളത്. ടിം ഹാൻസ് അവിടെ ഉള്ളത്. അതിന്റെ ഞാൻ 1-2 എണ്ണമൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ കുറച്ചും കൂടി നമുക്ക് കേസ് അവർ കുറച്ചും കൂടി അറ്റൻഡ് ചെയ്യണ്ടല്ലോ. രണ്ടും തമ്മിൽ കുറെ റെമഡിയേഷൻ ഒക്കെ വ്യത്യാസമുണ്ട് നേരത്തെ പഠിച്ചത് വെച്ച് നോക്കുമ്പോ. ഈ 3000 ഉള്ളൂ 1 മന്തിലേക്ക്. ഇനി വരുമ്പോ ഞാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയാം. ഇപ്പൊ ജസ്റ്റ് ഒരു 1 വീക്ക് ആയി അവര് തുടങ്ങിയിട്ട്. അതെ, റെക്കോർഡിങ്സ് നിംഹാൻസിൽ നിന്ന് എടുക്കുന്നവരെ റെക്കോർഡിങ്സ് ഇല്ലടാ. അത് ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. ജസ്റ്റ് അതിനകത്ത് സൈക്കോളജിസ്റ്റും ഉണ്ട്. റെമഡിയൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചേരാന്നാ പറഞ്ഞേ. ഞാൻ പിന്നെ അതിന്റെ കോഴ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കയറിയത്. പക്ഷെ കുറെ പേര് സൈക്കോളജിസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ, വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതെ, അവർക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇത് 29th ബാച്ചാണ് അവരുടെ. അപ്പൊ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇനി വരുമ്പോ പറയാം. ഓക്കെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നാളല്ല, ഞാൻ ഡേറ്റ് പിന്നെ പറയാം. ആയിക്കോട്ടെ. ഓക്കെ.